നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പുതിയ മന്ത്രിയായി സി.പി. ജോൺ അധികാരമേറ്റിരിക്കുന്നു. ഗതാഗത വകുപ്പാണ് സി.പി. ജോൺ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ സി.പി. ജോണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സി.പി. ജോൺ എന്ന് പറയുന്ന മന്ത്രി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ക്വാളിറ്റി അനുസരിച്ച് സി.പി. ജോൺ ഒരുപക്ഷെ ഇരിക്കേണ്ട സ്ഥാനം ഒരു എന്താ പറയുക, ഒരു ഗതാഗത വകുപ്പ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. കാരണം മറ്റൊന്നുമല്ല, സി.പി. ജോൺ ഒന്നുകിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പിലേക്കോ സഹകരണ വകുപ്പിലേക്കോ ഒക്കെ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിലേക്കോ ഒക്കെ ചിന്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അത്രത്തോളം ക്വാളിറ്റിയുള്ള ഒരു നേതാവാണ് സി.പി. ജോൺ. അദ്ദേഹം അത്രത്തോളം മികച്ച ഒരു മന്ത്രിയായി മാറിയേനെ ഈ വകുപ്പുകളിൽ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ. ഗതാഗത വകുപ്പിൽ അദ്ദേഹം ഒരിക്കലും ഇരിക്കാൻ പറ്റിയ ഒരാളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സി.പി. ജോൺ അധികാരമേൽക്കുമ്പോൾ ഇവിടെ KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനം അത്യാവശ്യം തകർന്ന് താശമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2016 അധികാരമേറ്റ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ് ഇത് സ്വാഭാവിക മരണത്തിലേക്ക് പോകുന്ന, സ്വാഭാവികമായി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ് നമ്മുടെ ഈ KSRTC എന്ന് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ തുടർന്ന് വന്ന സർക്കാർ അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഗതാഗത വകുപ്പിനെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചു. ഇന്ന് നമുക്കറിയാം, നിരത്തിൽ K-Swift പോലെയുള്ള സംവിധാനങ്ങൾ കാരണം നിരവധി വാഹനങ്ങൾ ഇന്ന് നമ്മുടെ റോഡുകളിൽ നമുക്ക് കാണാം, നിരത്തുകളിൽ കാണാം. വാഹനത്തിൻ്റെ പല രീതിക്കനുസരിച്ച് പ്രീമിയം വാഹനങ്ങൾ വരെ നമ്മൾക്കെത്തി. ടൂറിസത്തിന് വേണ്ടിയിട്ട് എങ്ങനെ KSRTC ബസ്സുകളെ ഉപയോഗിക്കാമെന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. പ്രീമിയം വാഹനങ്ങൾ ഈ സ്കാനിയ പോലെയുള്ള വിലപിടിപ്പുള്ള വാഹനങ്ങൾ വരെ നമ്മുടെ നിരത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. അതായത് KSRTCക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മാറ്റത്തിലേക്ക് KSRTCയെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയാൽ, ഒന്നുകിൽ ഇച്ഛാശക്തിയുള്ള KSRTC എന്ന് പറയുന്ന ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതു ഗതാഗത സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ടായി. അതോടൊപ്പം അതിന് പറ്റിയൊരു മന്ത്രി കൂടി വന്നു. നമുക്കറിയാം, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്ന, ഏത് സമയത്തും അടച്ചുപൂട്ടേണ്ടി വരും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കിടന്ന KSRTC പോലെ ഒരു സംവിധാനത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് ഏകദേശം 8 കോടി രൂപ വരെ പ്രതിദിനം വരുമാനം വരുന്ന ഒന്നാക്കി ഇതിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അത് KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി എടുത്ത എഫർട്ടിൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ്റെയും ഒരു ആത്മാർപ്പണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് പിന്നെ തന്നെയല്ല, സ്വാഭാവികമായി അദ്ദേഹത്തിന് ഈ വാഹനങ്ങളോടുള്ള അമിതമായ ഭ്രമം, അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചത്. പലപ്പോഴും ബസ്സിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചില വലിയ വില കൊടുത്ത് നിർമ്മിക്കേണ്ടി വരും അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പോലും അതിനൊക്കെ എങ്ങനെ ഒരു മറികടക്കാൻ സാധിക്കും. ചെന്നൈ കൊണ്ടുപോയി 10,000 രൂപയ്ക്ക് സർവീസ് ചെയ്യേണ്ട ഒരു പാർട്ട് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ 10% പോലും ചെലവില്ലാതെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പലരുമായി ആലോചിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ വരെ അദ്ദേഹത്തിന് ശ്രമിച്ചിട്ടുണ്ട്. ഈ ടയർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബസ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ടയർ തേയ്മാനമാണ്. ആ ടയർ തേയ്മാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിന് പുതിയൊരു രീതി എങ്ങനെ കൊണ്ടുവരാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് പോയ ഒരു മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ അത് KB ഗണേഷ് കുമാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സി.പി. ജോണിനെ പോലെ ഒരു ബൗദ്ധിക തലത്തിൽ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു KSRTCയിൽ അദ്ദേഹം ഒരുപക്ഷെ യാത്ര ചെയ്തിട്ടുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ആ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ ധാരണ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാംസ്കാരിക വകുപ്പായിരുന്നെങ്കിൽ അദ്ദേഹം നന്നായി ശോഭിച്ചേനെ. വിദ്യാഭ്യാസ വകുപ്പായിരുന്നെങ്കിലും അദ്ദേഹം മികച്ച രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തേനെ. പോട്ടെ, ഒന്നുകിൽ ഉന്നത വിദ്യാഭ്യാസമായിരുന്നെങ്കിലും അദ്ദേഹം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തേനെ എന്നുള്ളതാണ്. സഹകരണ വകുപ്പായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് നല്ല വിവരമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഏതെങ്കിലും വകുപ്പ് ഏൽപ്പിക്കുക. ഇപ്പോൾ തന്നെ നോക്കിക്കോളൂ, ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ ജൂൺ മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് നിർബന്ധിതമായി പോകേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു വാഗ്ദാനം കേരളത്തിലെ UDF അധികാരത്തിലേറുന്നതിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞു. അതായത് KC വേണുഗോപാൽ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ 1 രൂപ പോലും കയ്യിൽ കരുതാതെ KSRTC ബസ്സിൽ കയറിയിട്ട് നിങ്ങൾക്ക് എവിടെ വേണേലും പോകാമെന്നാണ് പറഞ്ഞത്. അതായത് തിരുവനന്തപുരത്ത് ഗുരുവായൂരോ പിന്നെ ചോറ്റാനിക്കരയോ എവിടെ വേണേലും നിങ്ങൾക്ക്, കൊടുങ്ങല്ലൂർ എവിടെ വേണേലും നിങ്ങൾക്ക് തീർത്ഥയാത്രയോ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ KSRTC ബസ് ഓടുന്ന ഏത് ഭാഗത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം എന്നൊരു ഉറപ്പ് KC വേണുഗോപാൽ ബസ്സിനുള്ളിൽ കയറി ചെയ്യുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു.
എന്നാൽ നിലവിലത്തെ ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഒരു സൗജന്യം അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പറയുന്നത് കൊണ്ട് സർക്കാരിന് ഏകദേശം 100-ലധികം കോടി, ഏകദേശം 120-112 കോടി രൂപയോളം സർക്കാരിന് KSRTCക്ക് അധികമായി നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം അതായത് നമ്മുടെ കേരളത്തിൽ യാത്ര ചെയ്യുന്ന 50% വരുന്നവർ സ്ത്രീകളാണ് എന്ന് കരുതുക. ആ 50% വരുന്ന ഈ സ്ത്രീകൾ യാത്ര ചെയ്യുന്നതിൻ്റെ തുക KSRTCക്ക് നൽകണം. ഇപ്പോൾ തന്നെ നമുക്കറിയാം പല ജില്ലകളിലും KSRTCയിലെ ജീവനക്കാർക്കുള്ള പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം ഉണ്ട്, അതിൽ പാലക്കാടോ കണ്ണൂരോ അങ്ങനെ ഏകദേശം ഒരു 3-4 ജില്ലകളിലുള്ള ആൾക്കാർക്ക് പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ജൂൺ മാസത്തിൽ പെൻഷൻ മെയിലെ പെൻഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മുടക്കം ഉണ്ടാകുന്നു. അപ്പോൾ 112 കോടി രൂപ അധികമായി ഉണ്ടാക്കേണ്ട സാഹചര്യം. പിന്നെ ഈ ബസ്സുകളൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും CP ജോണിന് ഇത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാവില്ല. അപ്പം ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വകുപ്പിലെ ഇതിനെ താപ്പാനയാക്കി അല്ലെങ്കിൽ ഇതിനൊരു വെള്ളാനയാക്കി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട വെറുമൊരു മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമേ CP ജോണിന് അവിടെ ശോഭിക്കാൻ കഴിയുകയുള്ളൂ. അതായത് അവിടെ CMD പറയുന്ന കാര്യങ്ങളും അവിടുത്തെ പുതിയ എഞ്ചിനീയർമാരും ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അത് കള്ളത്തരമാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിനകത്ത് വസ്തുത ഇല്ലെങ്കിൽ പോലും ഇതെല്ലാം കേട്ട് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് CP ജോണിന് മാറേണ്ടി വരും. സ്വാഭാവികമെന്നോണം KSRTC എന്ന് പറയുന്ന ഒന്നിൻ്റെ ഇതുവരെയുള്ള ആ ഒരു വളർച്ചയിൽ നിന്ന് താഴോട്ട് വളരാൻ തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് അതായത് മറ്റു വകുപ്പുകൾ പോലെയല്ല. ഇപ്പം പലരും ചോദിക്കും, ഈ പറയുന്ന വൈദ്യുതി ഉണ്ടാകുന്ന അറിഞ്ഞിട്ടാണോ ഇവിടെ പലരും വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്നൊരു ചോദ്യം ചിലർ ചോദിക്കും. ഉദാഹരണം പറഞ്ഞാൽ സണ്ണി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി ഉണ്ടാകുന്ന എങ്ങനെ സണ്ണി വക്കീലിനോട് ചോദിച്ചു ഒരുപക്ഷെ അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ T സിദ്ദിഖ് കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുന്നത്, അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട അയാൾ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയുള്ളൂ. അതേസമയം KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് പണം ഇറക്കിക്കൊണ്ട് പണം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് ചിലർ ചോദിക്കാറുണ്ട്, ഇതൊരു പൊതു ഗതാഗത സംവിധാനമല്ലേ, അത് ലാഭനഷ്ട കണക്കുകൾ നോക്കി ഓടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലരൊക്കെ ചോദിക്കാം. ഇവിടെ ലാഭനഷ്ട കണക്കുകൾ നോക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ KSRTC ബസ്സുകൾക്ക് പെയിന്റ് അടിക്കുന്ന കാര്യത്തിൽ പോലും കോടികളുടെ അഴിമതി നടത്തിയവരാണ് നമ്മുടെ കേരളത്തിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർ. ഒരുപക്ഷെ അത്തരം വാർത്തകളൊക്കെ നമ്മൾ മലയാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. വാഹനങ്ങളിലെല്ലാം പെയിന്റുകൾ മങ്ങിപ്പോവുക, സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെയും ഫാസ്റ്റ് പാസഞ്ചറിൻ്റെയും എല്ലാം. പിന്നീട് കാര്യം നോക്കിയപ്പോഴാണ് ഗുണനിലവാരമില്ലാത്ത പെയിന്റുകളായിരുന്നു വാഹനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ UDF സർക്കാർ ഭരിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ആ രീതിയിലൊക്കെ ഈ അഴിമതി നടത്തിക്കൊണ്ടിരുന്ന ഒന്നാണ്. അതായത് ഇതിനെ ഒരു വെള്ളാന കണക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഈ രീതിയിൽ തന്നെയാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ദുഷ്പ്രഭുത്വം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വകുപ്പ് കൂടിയാണ് ഈ ഗതാഗത വകുപ്പ്. അപ്പോൾ ഇതിനെയൊക്കെ നോക്കി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP ജോണിനെ പോലെ ഒരാൾക്ക് ഒരു മന്ത്രിക്ക് കഴിയുമോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് തന്നെ CP ജോൺ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന സ്ഥാനം ഒരു വല്ലാത്ത കഷ്ടപ്പാടിൻ്റെയും ഗതികേടിൻ്റെയും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയ വെല്ലുവിളി, ചെറുതൊന്നുമല്ല, അതിശക്തമായ ഒരു വെല്ലുവിളിയായി കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയും ഇവിടെ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.